1919 ജനുവരി 15-ാം തീയതി അമേരിക്കയിലെ ബോസ്റ്റൺ നഗരത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ഒരു തെരുവിലൂടെ വളരെ സന്തോഷവാനായി ഒരു 10 വയസ്സുകാരൻ നടന്നു വരുന്നു. പാസ്ക്വലെ എന്നാണ് അവൻ്റെ പേര്. അവനോടൊപ്പം സമപ്രായക്കാരായ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും കൂടെയുണ്ട്. സ്കൂളിൽ നിന്നും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് പോവുകയാണവർ. പെട്ടെന്ന് പാസ്ക്വലെ പറഞ്ഞു, വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കുറച്ച് വിറകും എടുത്തുകൊണ്ട് ചെല്ലാൻ എന്നോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂട്ടത്തിലെ പെൺകുട്ടി പറഞ്ഞു, എന്നാൽ നമുക്ക് ആ മൊളാസീസ് ടാങ്കിൻ്റെ അടുത്തുകൂടി പോകാം. അവിടെ ഒരുപാട് മരക്കൊമ്പുകൾ ഒടിഞ്ഞു കിടപ്പുണ്ട്. അതാവുമ്പോൾ നിനക്ക് വിറകും കിട്ടും, നമുക്ക് ലോലിപോപ്പും ഉണ്ടാക്കാം. അത് കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ 3 ആളും മൊളാസീസ് ടാങ്കിനടുത്തേക്ക് ഓടി. അവിടെ അടുത്തായി ഒരു വലിയ മൊളാസീസ് ടാങ്ക് ഉണ്ടായിരുന്നു. മദ്യവും മറ്റും ഉണ്ടാക്കുന്നതിനുള്ള ദ്രാവക രൂപത്തിലുള്ള ഒരു അസംസ്കൃത വസ്തുവാണ് മൊളാസീസ്. ഇത് സംഭരിച്ചു വയ്ക്കുന്നതിനായി നിർമ്മിക്കപ്പെട്ട ഒരു ടാങ്ക് ആയിരുന്നു അത്. 15 മീറ്റർ ഉയരവും 27 മീറ്റർ വ്യാസവുമുള്ള ഒരു വലിയ ടാങ്ക് ആയിരുന്നു അത്. 15 മീറ്റർ ഉയരം എന്ന് പറയുമ്പോൾ ഏകദേശം 10 ആളുകളുടെ ഉയരം വരുമത്. ആ ടാങ്കിൻ്റെ പല ഭാഗങ്ങളിലും ചെറിയ ലീക്കുണ്ടായിരുന്നു. അതിൽ നിന്നും പുറത്തേക്ക് ഊറി വരുന്ന മൊളാസിസ് ചെറിയ കമ്പുകളിൽ ഉരുട്ടിയെടുത്ത് ലോലിപോപ്പ് പോലെ കഴിക്കുന്നത് ആ പ്രദേശത്തെ കുട്ടികളുടെ ഒരു വിനോദമായിരുന്നു. അങ്ങനെ ലോലിപോപ്പ് ഉണ്ടാക്കാനും വിറകെടുക്കാനുമായി പാസ്ക്വലെയും കൂട്ടരും കൂടി അവിടെ എത്തി. അവർ അവിടെ ചെല്ലുന്നതിന് ഒരു ദിവസം മുൻപായി ഒരു കപ്പലിൽ മൊളാസിസ് കൊണ്ടുവരികയും ആ ടാങ്ക് നിറയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നാണെങ്കിൽ പതിവിലും കൂടുതൽ ചൂടുള്ള ഒരു ദിവസവുമായിരുന്നു. ചൂട് കൂടിയതുകൊണ്ട് ടാങ്കിലെ മൊളാസിസ് വികസിക്കാൻ തുടങ്ങി. ലീക്ക് കൂടി വന്നു. കലപില എന്ന് സംസാരിച്ചുകൊണ്ട് വിറക് പെറുക്കിക്കൂട്ടുകയായിരുന്ന കുട്ടികൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് വലിയൊരു ശബ്ദത്തോടെ ആ ടാങ്ക് പൊട്ടിത്തെറിച്ചു. ടാങ്കിലുണ്ടായിരുന്ന മൊളാസിസ് മുഴുവനും ഒരു നിമിഷം കൊണ്ട് കുട്ടികൾ നിന്ന ഭാഗത്തേക്ക് ഒഴുകിയെത്തി. അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് അവരെയും കൊണ്ട് അത് തെരുവിലേക്ക് ഒഴുകി. മൊളാസിസിന് വെള്ളത്തേക്കാൾ ഒരുപാട് ഡെൻസിറ്റി കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ഒഴുക്കിൻ്റെ ഫോഴ്സും ഒരുപാട് കൂടുതലുണ്ടായിരുന്നു. ഒരു വലിയ ട്രെയിൻ ഓടി വരുന്ന ശബ്ദത്തോടെ ഏകദേശം 8 മീറ്റർ ഉയരത്തിൽ വലിയ ഒരു തിരമാല വരുന്നത് പോലെ അത് തെരുവിലൂടെ ഒഴുകി. അതിന് മുന്നിൽ വന്നവരെ എല്ലാം തച്ചുടച്ചുകൊണ്ട് അതിശക്തമായി അത് മുന്നോട്ട് കുതിച്ചു. പാസ്ക്വലയുടെ അച്ഛൻ തൻ്റെ വീടിൻ്റെ ജനലിലൂടെ പുറത്തേക്ക് നോക്കുകയായിരുന്നു. ടാങ്ക് പൊട്ടുന്ന ശബ്ദം അദ്ദേഹവും കേട്ടിരുന്നു. മൊളാസിസ് ഒഴുകി വരുന്നത് ഭയത്തോടെയും അത്ഭുതത്തോടെയും നോക്കി നിന്ന അദ്ദേഹത്തിൻ്റെ കൺമുന്നിലൂടെ അദ്ദേഹത്തിൻ്റെ മകൻ ഒഴുകിപ്പോയി. അലറി വിളിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തേക്കോടി. എന്നാൽ ആർക്കും ഒന്നും ചെയ്യാനാവുമായിരുന്നില്ല. ഉടൻ തന്നെ രക്ഷാപ്രവർത്തനവും ആരംഭിച്ചു. ഒടുവിൽ 5 ദിവസം വേണ്ടിവന്നു ഇതിൻ്റെ അനന്തരഫലങ്ങൾ നിയന്ത്രണ വിധേയമാക്കാൻ. 5-ാം ദിവസം പാസ്ക്വലയുടെ മൃതദേഹം കിട്ടി. ഒഴുക്കിൻ്റെ ശക്തിയിൽ ഒരു കാറിൽ ചെന്നിടിച്ച് അവൻ്റെ തല തകർന്നിരുന്നു. കൂട്ടുകാരി മരിയയും മരിച്ചിരുന്നു. ഇവരടക്കം മൊത്തം 21 പേർ ആ അപകടത്തിൽ മരിച്ചിരുന്നു. 150 പേർക്ക് ഗുരുതരമായി പരിക്കുമേറ്റിരുന്നു. മദ്യം പുഴയായി ഒഴുകിയ ആ പ്രദേശത്ത് എന്ത് സാധനത്തിൽ തൊട്ടാലും ഒട്ടിപ്പിടിക്കുന്ന അവസ്ഥയിലായിരുന്നു. ഒരു മഹാദുരന്തത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബോസ്റ്റണിലെ ആ തുറമുഖം ബ്രൗൺ നിറത്തിൽ ശാന്തമായി കിടന്നു കാലങ്ങളോളം. കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള കഥകൾ ഇഷ്ടപ്പെടുന്ന മറ്റ് സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്